നമസ്കാരം, എല്ലാവർക്കും റെഡ് റോസസിലേക്ക് സ്വാഗതം. എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി വിഷു. വിഷു വരികയാണല്ലോ അല്ലേ, വിളവെടുപ്പിൻ്റെ സമയമാണല്ലോ വിഷു. വിഷു കഴിഞ്ഞാൽ നല്ല മഴയായി, മഴക്കാലമായി, ഇടിയായി അല്ലേ. അപ്പോൾ നമുക്ക് വിഷു വരുന്നതിന് മുമ്പേ വിഷുവിനെ വരവേൽക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ റെസിപ്പികൾ ഉണ്ടാക്കണ്ടേ. അപ്പം ഞാൻ റെസിപ്പികൾ ഉണ്ടാക്കാൻ ആരംഭിക്കുകയാണ്. ആദ്യമായിട്ട് ഞാൻ സ്റ്റൂ ആണ് ഉണ്ടാക്കുന്നത്. ഒരു പുതിയ തരത്തിലാണ് ഞാൻ ഈ സ്റ്റൂ ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് വിഷുവിൻ്റെ റെസിപ്പീസ് സ്റ്റൂന്ന് തുടങ്ങാം. സ്റ്റൂ എന്തായാലും എല്ലയുടെ പക്കത്ത് വിളമ്പണ ഒരു കറിയാണല്ലോ, അത് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. എനിക്ക് സ്റ്റൂ നല്ല ഇഷ്ടമാണ്. വലിയവർക്കും കുട്ടികൾക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്റ്റൂ എന്നാവട്ടെ നമുക്ക് വിഷുവിൻ്റെ തുടക്കം. എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒക്കെ സമാധാനത്തിൻ്റെയും കൂടിയിട്ടുള്ള ഒരു വിഷു ആവട്ടെ. മേടമാസം 1-ാം തീയതി എന്ന് പറഞ്ഞാൽ പുതുവർഷത്തിൻ്റെ തുടക്കമാണ്. അപ്പം എല്ലാവർക്കും ഈ ഒരു കൊല്ലം നല്ല നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കട്ടെ. നമ്മുടെ യുദ്ധം അവസാനിക്കട്ടെ. എല്ലാവർക്കും മനസ്സമാധാനം ഉണ്ടാവട്ടെ. മനസ്സമാധാനം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പകുതി കാര്യങ്ങളും ശരിയാക്കാൻ പറ്റും. അപ്പം നമുക്ക് വേഗം സ്റ്റൂ ഉണ്ടാക്കാം കേട്ടോ. ഇന്ന് ഞാൻ വിഷുവിനായിട്ട് നിങ്ങൾക്ക് നേന്ത്രക്കായ വെച്ച് ഒരു സ്റ്റൂ ആണ് ഉണ്ടാക്കുന്നത്. നല്ല മൂത്ത നേന്ത്രക്കായ വേണം സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതിന് ഞാൻ ഒരു നേന്ത്രക്കായാണ് എടുക്കുന്നത്. പിന്നെ ഇഞ്ചി, സവാള, പച്ചമുളക്, കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ വേണം. നമുക്ക് ആദ്യം തന്നെ ഈ നേന്ത്രക്കായ ഒന്ന് മുറിച്ച് കൊണ്ടുവരാം. അപ്പോൾ ഞാൻ നേന്ത്രക്കായയുടെ തൊലിയൊക്കെ കളഞ്ഞ് കണ്ടോ, ഇതിങ്ങനെ രണ്ടാക്കി മുറിച്ചു. നടു മുറിച്ചിട്ട് 2 കഷ്ണങ്ങളാക്കി. ഇത് ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടിയിട്ടുള്ള വെള്ളത്തിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ കറ പോവാനാണ്. കറ പോയാലേ സ്റ്റൂവിന് ഒരു സ്വാദ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. സവാള നീളത്തിലരിഞ്ഞു, ആവശ്യത്തിന് ഇഞ്ചി, 6 പച്ചമുളക്, കറിവേപ്പില, ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇതെല്ലാം കൂടി വേവിക്കുമ്പോൾ നമുക്ക് സാധാ വെള്ളത്തിൽ വേവിച്ചാൽ മതി കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്. തേങ്ങാപ്പാലിൽ വേവിക്കണ്ട. തേങ്ങാപ്പാലിൽ വേവിക്കുമ്പോൾ അത് പിരിഞ്ഞു പോകും. ഇതിലേക്ക് ഈ നേന്ത്രക്കായ കൂടി ഇട്ട് കൊടുക്കാം. അപ്പം നേന്ത്രക്കായയുടെ കറയെല്ലാം മാറിപ്പോയിണ്ടാവും. കുറച്ച് വെള്ളം ഒഴിക്കുക. അത് ഇത്ര വെള്ളം മതി. ഒരൊറ്റ വിസിൽ വേണ്ടു. കാരണം എന്താ വെച്ചാൽ അതല്ലെങ്കിൽ വല്ലാതെ ഇങ്ങനെ വെന്ത് പോകും. ഇനി നമുക്ക് ഇത് അടുപ്പത്ത് വയ്ക്കാം. അപ്പോൾ ഒരു വിസിൽ വന്നാൽ മതി. രണ്ടാമത്തെ വിസിൽ വരുന്നതിന് മുമ്പ് നമുക്കത് ഓഫ് ചെയ്യാം. ഒരു തേങ്ങ ഞാൻ ഇവിടെ ചിരകി വെച്ചിട്ടുണ്ട്. ഇതിന്ന് നമുക്ക് 1-ാം പാലും 2-ാം പാലും എടുത്ത് വയ്ക്കാം. തേങ്ങ നമുക്ക് സമൃദ്ധിയായ കാരണം പിന്നെ അതിന് ക്ഷാമമില്ല. അപ്പോൾ നമുക്ക് വേഗം 1-ാം പാലും 2-ാം പാലും എടുത്ത് വരാം. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. കണ്ടോ, എല്ലാം നന്നായി വെന്തിരിക്കണം. നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കും. ഇത് വെച്ച് ഇതിലേക്ക് തേങ്ങയുടെ 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോഴേക്ക് ഞാൻ തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും എടുത്തു കേട്ടോ. 2-ാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൽ കിടന്നതൊന്ന് വേവട്ടെ. അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റൊക്കെ വരുള്ളൂ. ഞങ്ങൾ 2 ആൾക്കായ കാരണം കുറച്ച് സ്റ്റൂ ആണ് ഞാൻ ഉണ്ടാക്കണുള്ളൂ. ഒന്ന് ചെറുതായി ഇളക്കി കൊടുക്കാം. ഈ സ്റ്റൂ ഒന്ന് വിഷുവിന് നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. ഒരു വെറൈറ്റി അല്ലേ. നല്ല മൂത്ത കായ എടുക്കണം. അപ്പോഴേ ചെറിയൊരു മധുരമൊക്കെ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ തേങ്ങാപ്പാലിന് മധുരമാണ്. ഈ മൂത്ത കായ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ എസൻസും ഈ പാലിൽ ഒന്ന് പിടിക്കട്ടെ. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പിടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. പെട്ടെന്ന് ഈ സ്റ്റൂവിലൊക്കെ ഉപ്പ് കൂടും. ഇത്ര ഉപ്പിട്ടാൽ മതി. നമുക്ക് വേണമെങ്കിൽ പിന്നെ ഇടാലോ. കൂടിക്കഴിഞ്ഞാൽ അത് കുറയ്ക്കാൻ എളുപ്പമല്ല. കുറയ്ക്കാൻ പറ്റില്ല. 2-ാം പാലിൽ കിടന്നത് നന്നായിട്ട് ഒന്നും കൂടി വെന്തു. കണ്ടോ, നല്ല കൊഴുപ്പ് വന്നു. ഇതിലേക്ക് നമുക്ക് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 1-ാം പാൽ നല്ല തിക്കാണ്, കണ്ടില്ലേ. ഫ്ലെയിം കുറയ്ക്കാം. ചെറിയ ഒരൊറ്റ തിള വന്നാൽ മതി. ഇതിലേക്ക് കരിവേപ്പില ഇട്ട് കൊടുക്കാം.
ഒന്നാം പാൽ ഒഴിച്ചു, ചെറിയൊരു തിള വന്നു, കറിവേപ്പില ഇട്ടു. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇളക്കി കൊടുക്കാം. കുറച്ച് നേരം ഇതിലിരുന്നതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ സ്റ്റൂ നോക്കൂ, നല്ല തിക്ക് ഗ്രേവിയായി, നല്ല ടേസ്റ്റിയാണ്. ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റൂവിനേക്കാളും ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ വിഷുവിന്. ഞാൻ വിഷുവിന് മുമ്പ് തന്നെ ഇത് അപ്ലോഡ് ചെയ്യും. എല്ലാവർക്കും ഒന്നുകൂടി ഞാൻ വിഷു ആശംസിക്കുന്നു. ഇത് നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ഈ കൂട്ടാൻ്റെ ടേസ്റ്റ് കണ്ടാൽ തന്നെ മനസ്സിലാവും. കണ്ടോ എന്താ രസം! കാണാൻ രസമുണ്ടെങ്കിൽ പിന്നെ കഴിക്കാൻ അതിലേറെ രസമല്ലേ. മഴ പെയ്തപ്പോഴേ വീട്ടിലെ കറിവേപ്പിലയെ കണ്ട് സുന്ദരിയായി. നമ്മൾ വെള്ളമൊഴിച്ച് കൊടുത്താലും മഴ പെയ്യുമ്പോൾ ഒന്നും കൂടിയും ചെടികൾക്ക് സന്തോഷം ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നല്ലത് വരട്ടെ. അതിനെ ജഗദീശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എങ്ങനെയുണ്ട് സ്റ്റൂ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെടാതിരിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഒരു പുതിയ തരത്തിലുള്ള സ്റ്റൂ ഉണ്ടാക്കാമെന്ന് വെച്ചത്. ഇനി എല്ലാവർക്കും പുതിയ പുതിയ റെസിപ്പികളായിട്ട് കാത്തിരിക്കാം. അതൊക്കെ വിഷുവിന് വേണ്ടത് ഞാൻ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം. അതിനെ എനിക്ക് ആയുസ്സും ആരോഗ്യമൊക്കെ ഭഗവാൻ തരട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിക്കണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഒന്നുകൂടി ഹാപ്പി വിഷു.